എന്താ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്താ പ്രശ്നം നിങ്ങളെ എന്താ കാട്ടുന്നത് നിങ്ങള്? ആകെ തിരക്കാണല്ലോ നിങ്ങള്. എന്താണ് എന്താ പ്രശ്നം? ആകെ പ്രശ്നം നല്ല പറയും നിങ്ങള്. ഓഫീസാണ്. എന്താ പ്രശ്നം നിങ്ങളെ? എനിക്ക് കര അടക്കണം. ഞാൻ കര അടയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ കര അടയ്ക്കാൻ പറ്റണില്ല. എന്താ അതിനെന്തൊക്കെയോ കുറെ നൂലാമാല ഈ മറ്റേ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണമെന്ന് പറയണു. ഇപ്പോ ആധാറിന്റെ പേരിലാണ്. പക്ഷെ ഈ സ്ഥലത്തിന്റെ ഉടമ വേറെ ആളാ. എങ്ങനെ കെടുക്കണത്? അതായത് ഈ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉറുപ്പ്, അയാളുടെ സ്ഥലം. അയാളുടെ സ്ഥലത്ത് നിന്ന് ഇത് ശ്യാമള വാങ്ങി. ഈ ശ്യാമള നിങ്ങളുടെ ആരാണ്? അയാളുടെ നിങ്ങൾ വാങ്ങി? ഞാൻ വാങ്ങി. ഞാനിപ്പോ എന്റെ കുട്ടിയുടെ കല്യാണമാണ്. അപ്പൊ ആ കല്യാണത്തിന് എനിക്ക് കുറച്ച് പൈസ വേണം. അവന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പൊ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാപ്പോ വീടിന്റെ ഈ ഉടമസ്ഥാവകാശം നിൽക്കുന്നത് വേറെ ആളുടെ പേരില്ല. അപ്പൊ എനിക്ക് കരടക്കാൻ പറ്റില്ല. സത്യത്തിൽ നിങ്ങളിത് പറയുമ്പോ അവാർഡ് പടം കാണുന്ന മാതിരിയാ ഞാൻ നിൽക്കണം. ഒന്നും മനസ്സിലാവില്ല എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കാര്യം എളുപ്പാവാൻ വേറെ ചില കാര്യങ്ങളുണ്ട്. അതാ ഇറക്കണം. എന്ത് എന്തെങ്കിലും ഇറക്കേണ്ട വരും. കൈക്കൂലിയോ? എന്താ നല്ല പറയും. ഓഫീസാണ്. കൈക്കൂലിയോ? 5 പൈസ ഞാൻ കൈക്കൂലി തരില്ല. എന്താണ് 5 പൈസ ഞാൻ കൈക്കൂലി തരില്ല? എന്താ നിങ്ങളുടെ താരാണ് കൈക്കൂലി ചോദിച്ചത്? സാറേ നോക്കി നിങ്ങള് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. പത്തിന്റെ പൈസ തരില്ലാന്ന് പറഞ്ഞയാള് തുറന്നു. എന്താ ചെയ്യാ? ഇല്ല, ഇതിപ്പോ പെട്ടെന്നൊന്നും ശരിയാകത്തില്ല സാറേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. കൊച്ചിനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇത് എങ്ങനെ ശരിയാക്കുക? ഞാനൊരു കാര്യം ചെയ്യും. 20 രൂപയുടെ ഒരു മുദ്രപത്രം. 20 രൂപയുടെ മുദ്രപത്രം. പിന്നെ ഒരു മാപ്പപേക്ഷ. മാപ്പപേക്ഷ എന്ന് പറഞ്ഞ മാപ്പപേക്ഷ. അല്ല, അതെങ്ങനെ എഴുതാത്? എന്റെ അശ്രദ്ധ കൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തെറ്റ് സംഭവിച്ചത്. സാറിന്റെ തെറ്റുകൊണ്ട് തന്നെയാണത്. എന്റെ അല്ല, അപേക്ഷിച്ചത് താനല്ലേ? അതെ. അപ്പൊ തന്റെ ഞാനത് പറഞ്ഞു തന്നതാ എഴുതേണ്ട രീതി. അപ്പൊ മുദ്രപത്രവും മാപ്പപേക്ഷയും. പിന്നെ മാതാപിതാക്കളുടെ തിരിച്ചറിയൽ കാർഡ് വേണം. ആരുടെ മാതാപിതാക്കളുടെ? എന്റെ. എടോ, കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണോ അവരുടെ. അപ്പൊ ഞങ്ങളുടെ. നിങ്ങളാണോ? അതെ. ആണെങ്കിൽ നിങ്ങളുടെ. അതെല്ലാം കൊണ്ടുപോവാ. ശരി സാർ. ആയിക്കോട്ടെ. എന്താ പ്രശ്നം? എന്തോ 1-2 പേപ്പറും കൂടി ശരിയാക്കണമെന്നോ. ശരിയായിട്ടില്ല. മറന്നിട്ടില്ല? ഇല്ല. ഹോളമി അല്ല, എന്താ ഈ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം? ഒന്നും പറയണ്ടേ ചേട്ടാ. ഒരു സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു കൊണ്ടുവന്ന പറയും വേറൊന്ന് വേണം, അത് വേണമെന്ന് പറഞ്ഞാൽ വേറൊന്ന് വേണം. നടന്നങ്ങോട്ട് വലഞ്ഞു ഞാൻ. അവസാനം അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുകൊടുത്ത് നോക്കിയപ്പോൾ വേറൊരു കുരിശ്. അതെന്താ കുരിശ്? മാപ്പാപേക്ഷയിൽ ഞാൻ മാത്രം ഒപ്പിട്ടാ പോരാ, ഭാര്യയും ഭർത്താവും ഒപ്പിടണം. ഒപ്പിടണം? ഭാര്യയും ഭർത്താവും ഒപ്പിടണം? അതെല്ലേ. അല്ല, ഭാര്യയും ഭർത്താവും ഒപ്പിടണം? അതിപ്പോ ആരെങ്കിലും ഒരാൾ ഒപ്പിട്ടാ പോരെ? അതന്നെയാണ് ഞാനും വിചാരിച്ച്. പക്ഷെ അവര് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ കൊച്ചിന്റെ പേര് മാറ്റിയത് എന്റെ ഭാര്യ അറിഞ്ഞില്ല പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്താലേ അത് പ്രശ്നമാവത്ര. അതിനെന്താ, നിങ്ങൾക്ക് 2 ആളും കൂടെ ഒപ്പിട്ട് കൊടുത്താ പോരെ? അവള് വരില്ല. അതെന്താ തെറ്റാ? ദുബായിലാണേ. തെറ്റി ദുബായി പോയോ? തെറ്റിട്ടല്ല, അവൾക്ക് പണി ദുബായിലാണ്. നിങ്ങളുടെ ഭാര്യ ദുബായിലാ? അതെ. ഇപ്പൊ കുട്ടി സ്കൂളിൽ ചേർത്താറായപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ അവൾ ഒപ്പിടും വേണം. ഇനിയിപ്പോ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുക? സർട്ടിഫിക്കറ്റ് കിട്ടിയോ? പിന്നെ അതെങ്ങനെ? അത് നമ്മുടെ ശീതളല്ലേ പിയൂണ്, മൂപ്പരെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ മൂപ്പര് ഇന്നമാരൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് ചെയ്തു, സർട്ടിഫിക്കറ്റാ കിട്ടി. കൈക്കൂലി എടുത്തു? പിന്നെ പഞ്ചായത്ത് ഓഫീസല്ലേ, കൈക്കൂലി കൊടുക്കേണ്ട കാര്യം നടക്കുമോ? പറഞ്ഞ കാശാണ്ട് കൊടുത്തപ്പോ പിന്നെ ഒപ്പിടണ്ടും വന്നില്ല, ഭാര്യയും വേണ്ട, ഒന്നും വേണ്ട. അല്ല, നിങ്ങളുടെ സമ്മതപത്രം കിട്ടിയോ? സമ്മതപത്രം കിട്ടിയിട്ടില്ല, അത് വാങ്ങണം. അതിനിപ്പോ ശ്യാമളെ കാണണം. ശ്യാമള? എനിക്ക് വീട് തന്നത് ഒരു ശ്യാമളയാണ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ശ്യാമള ഇപ്പൊ ഇവിടുന്ന് താമസമൊക്കെ മാറ്റിയിട്ട് തൃശ്ശൂർ പോയി. തൃശ്ശൂരാണ്? അവര് ബാങ്കിലാണേ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ സ്ത്രീയെ കാണാൻ വേണ്ടിട്ട് തൃശ്ശൂർ പോയി. അപ്പൊ എന്താ അവര് അവിടുന്ന് സ്ഥലം മാറിയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കണു. കഷ്ടകാലം. എന്നിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാ.
ആ എന്നാ നിങ്ങളെ പോലെ കൈക്കൂലി കൊടുക്കാതെ ഇത് നേരായ വഴിക്ക് നടക്കുമെന്ന് ഞാനത് നോക്കട്ടെ. നടക്കും. നടക്കും. ആ നടക്കും. തൃശ്ശൂർക്ക് നടക്കും, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കും. അല്ലാതെ ഇത് നടക്കില്ല. എന്നാലും മാഡം ഒരു ബാങ്ക് ജീവനക്കാരിയല്ലേ? ഈ നിയമത്തിന്റെ വശങ്ങളൊക്കെ മാഡത്തിന് അറിയാവുന്നതല്ലേ? ആ സ്ഥലം എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്ന സമയത്ത് അതിന്റെ ഉടമസ്ഥാവകാശം കൂടി എൻ്റെ പേരിലേക്ക് ആക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ അലയേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സത്യശീല, സത്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ. അല്ല, മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് ഇത് ഓർക്കണേ. സത്യശീലൻ അത് ചെയ്തു തരണമെങ്കിൽ ആദ്യം അത് എന്റെ പേരിലോട്ട് ആക്കണ്ടേ ഉടമസ്ഥാവകാശം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ടില്ലേ? ഇല്ല. അതെന്താണ് ആക്കാതിരുന്നത്? അതെന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇങ്ങനെ ലോണിന്റെ ആവശ്യമൊന്നും വന്നില്ല, അതുകൊണ്ട് അതിന്റെ പുറകെ പോയൂല, അതൊട്ട് ശ്രദ്ധിച്ചില്ല. അതാണ് സത്യം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും മാഡം? എന്താ ചേട്ടന്റെ പേര്? സുകുമാരക്കുറുപ്പ്. അത് തന്നെ, സുകുമാരക്കുറുപ്പ്. ആ സുകുമാരക്കുറുപ്പിന്റെ പേരിലാണ് ഇപ്പൊ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അയാളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, അയാളുള്ള സ്ഥലം എനിക്കറിയാം. അയാൾ അന്ന് എന്നോട് പറഞ്ഞത് കാശിക്ക് പോവാന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇനി കാശിക്ക് പോണോ? സത്യശീല, ആവശ്യം നമ്മുടെ അല്ലേ സത്യശീല? എന്താണ് മാഡം ഈ പറയുന്നത്? ഇനി ആ കാശി പോയാൽ തന്നെ ഞാൻ ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബുദ്ധിമുട്ടുമില്ല, അയാൾ ആ അമ്പലനടയിൽ തന്നെ ഉണ്ടാവും. വേണ്ട, അതൊന്നും വേണ്ട. മാഡത്തിന്റെ കയ്യിൽ നിന്ന് ആരാ സ്ഥലം വാങ്ങിയത്? ഞാനല്ലേ? അതെ. മാഡം എനിക്കല്ലേ സ്ഥലം തന്നത്? അതെ. അപ്പൊ അതുകൊണ്ട് മാഡം എഴുതി ഒപ്പിട്ട് തന്നാ മതി. സത്യശീല, അത് ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. അതൊക്കെ പിന്നെ പ്രശ്നമാണ്. ഞാൻ ഒപ്പിട്ടാ മാത്രം പോരാ. ഉണ്ടായിരുന്നല്ലോ. ശരിയാ സത്യശീല, ഞാൻ ഒപ്പിട്ടാ മതിയോ? മതി. മതിയെങ്കിൽ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മതി, ജയിച്ചു. ഇത്. അപ്പൊ മാഡം, ജനുവരി 8-ാം തീയതി മോളുടെ കല്യാണം. ജനുവരി 8-ാം തീയതി അല്ലേ? ജനുവരി 8-ാം തീയതി ഉറപ്പായിട്ടും വരും. പിന്നെ അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയുകയും ചെയ്യാം. എന്ത് മാറ്റം ഉണ്ടാവാൻ? കല്യാണം അല്ലേ? അല്ല, ഈ ലോണിന്റെ കാര്യേ, ലോണ് കിട്ടിയിട്ട് വേണമല്ലോ കല്യാണം നടത്താൻ. സത്യശീല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഓഫീസിലുള്ളവർക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ മതി, അവരത് നല്ല സ്മൂത്ത് ആയിട്ട് നടത്തി തരും. കൈക്കൂലി കൊടുക്കാനോ? ഞാനോ? 5 പൈസ ഞാൻ കൈക്കൂലി കൊടുക്കില്ല. ഇത് നേരാ വണ്ണം നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. നടക്കും. എന്നാ പിന്നെ ആയിക്കോട്ടെ. നടക്കും. അവര് നടത്തിക്കും. സാറേ, ഇയാൾക്ക് ചെവിയും കേൾക്കില്ല. ഇത് എന്ത് പൊട്ടണ സാറേ? വീട് നോക്കാൻ വേണ്ടി ആള് വരുന്നു പറഞ്ഞിരുന്നു, ആരും കണ്ടില്ല. എനിക്ക് വീട് കിട്ടി. അല്ല, അതല്ല. ഏതല്ല? ഉടമസ്ഥാവകാശം എന്റെ പേരിലാക്കുന്നതിന് വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതിന് വീട് നോക്കാൻ വരാന്ന് പറഞ്ഞിരുന്നു, ആരും കണ്ടില്ല എന്ന് പറയായിരുന്നു. ആരാ പറഞ്ഞേ? ആ മാഡം. അപ്പൊ ആ മാഡത്തിനോടല്ലേ ചോദിക്കേണ്ടത്, അല്ല നേരെ ഇങ്ങോട്ട് വരികയാണോ വേണ്ടേ? സാറേ, അതിന് വേറെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. ഡോക്യുമെന്റ്സ് വേണം. നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടു തന്നില്ലേ? ഇനി എന്ത് ഡോക്യുമെന്റ്സ് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന സമ്മതപത്രം ശ്യാമളയുടേതല്ലേ? ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയമാണ് ആ വീടിന്റെ ഉടമസ്ഥൻ. അതിന് അപ്പൊ അയാളുടെ സമ്മതപത്രം വേണം. എന്തൊക്കെയാണ് സാറേ ഈ പറയുന്നത്? ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ സ്ഥലം വാങ്ങിയത്? നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറുപ്പാണ് ഉടമസ്ഥൻ, അതുകൊണ്ട് അയാളുടെ സമ്മതപത്രം വേണം. അതെ, ഡോക്യുമെന്റ്സ് കൊണ്ടുവരാതൊന്നും നടക്കില്ല. അതെ, ഈ ശ്യാമളേനെ ഞാൻ തേടി പിടിച്ച തന്നെ സാറേ തിരുവനന്തപുരത്ത് പോയിട്ടാണ്. നിങ്ങളുടെ ആവശ്യമല്ലേ? എന്റെ ആവശ്യമാണ്, പക്ഷെ ഞാൻ സ്ഥലം വാങ്ങിയത് ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ. എനിക്ക് ശ്യാമളുടെ ഇത് വാങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ. ശ്യാമള അതിന് മുമ്പ് വേറെ ആരും വാങ്ങുന്നത് എന്തിനാ ഞാൻ നോക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി നിയമം മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അതെ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവിടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ നോക്കോളാം. അതെ, ഇവിടെ ഇരുന്ന് സമയം കളയാതെ നിങ്ങൾ ഇന്ന് സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ നോക്ക്. നിങ്ങൾ എന്ത് വർത്താനാണ് സാറേ പറയുന്നത്? സുകുമാരക്കുറുപ്പ് എല്ലാം വിറ്റ് പെറുക്കി കാശിക്ക് പോയി. ഈ കാശിക്ക് പോയ പിന്നെ ആളുടെ പിന്നാലെ ഞാൻ പോണോ? ചുമ്മാ ഒന്ന് കാശിയെ കണ്ടിട്ട് വന്നൂടെ? അതെ, നിങ്ങൾ പൊതുവെ മനുഷ്യനിട്ട് ഒരുമാതിരി ഇതാക്കാൻ നിൽക്കരുത്. ഞാൻ കുറെ നേരം ഇതിന്റെ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട് എന്താ ഭാവം ഉണ്ടാക്കുന്നത്? എന്താ ഭാവം ഉണ്ടാക്കണോ? സെക്രട്ടറി അവിടുന്ന് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും എനിക്കൊരു തേങ്ങയില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, അത് ഓഫീസാണ്. ഓഫീസ് ആയിക്കോട്ടെ, അതെന്താ?
എന്താ ഇയാള് പറഞ്ഞത്? എന്റെ പേരിൽ ഉടമസ്ഥാവകാശം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വീട് വന്ന് നോക്കാന്ന് പറഞ്ഞില്ല. എവിടെ ആൾക്കാര്? എന്താ പ്രശ്നം? കൈക്കൂലി തരാൻ എനിക്ക് മനസ്സിലുണ്ടോ? ആരാ നിങ്ങളോട് കൈക്കൂലി വെച്ച്? എന്താ ഇയാള് പറഞ്ഞത്? എന്താ പ്രശ്നം? നിങ്ങൾ ആരാണ്? ആരാന്നോ? സെക്രട്ടറി ആണത്. നമ്മൾ ഇവിടുത്തെ സെക്രട്ടറിയാണ്. നിങ്ങൾ സെക്രട്ടറി ആയാലും വേണ്ടില്ല, പ്രസിഡന്റ് ആയാലും വേണ്ടില്ല, എനിക്ക് എന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടണം. എന്താ ഇയാൾ പറയണേ? സാറേ, ഇയാള് വാങ്ങിയ വസ്തുവിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ ഞങ്ങൾ പോണെന്നാ പറയണേ. എന്ത് വർത്താനം മനുഷ്യൻ നിങ്ങൾ പറയണേ? ഞാൻ വാങ്ങിയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങി കൊണ്ടു കൊടുത്തില്ലേ? അതെ, ഇങ്ങോട്ട് വരി. കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് വരി. വേണ്ട വേണ്ട, 5 പൈസ കൈക്കൂലി ഞാൻ തരില്ല. നിങ്ങളോട് കൈക്കൂലി ആര് ചോദിച്ചു? ഈ ഓഫീസിന് നിങ്ങളോട് ആരും കൈക്കൂലി മേടിക്കൂല, ഒരാൾ ചോദിക്കൂല. എന്താ ചെയ്തല? എന്താ എനിക്കറിയില്ല. അല്ല, എന്താ അയാൾ പറയണേ? എന്താ പറഞ്ഞത് തന്നെ ഞാനും ചോദിക്കണത്. നിങ്ങൾ ഇങ്ങോട്ട് വരി, കാര്യം ഞാൻ ശരിയായി തരാം. ഇങ്ങോട്ട് വരി, ഇവിടെ നിന്നാ ശരിയാവില്ല. ഇങ്ങോട്ട് വരി, പേടിക്കണ്ട. ഇങ്ങോട്ട് വരി. ഒന്നാങ്ങോട്ട് തന്നല്ലോ. ഓഫീസാണ്. അയാൾക്ക് സമാധാനമല്ലാത്ത ആളാ. തനിക്കെങ്കിലും ഒന്ന് സമാധാനമായിട്ട് നിന്നൂടെ? അങ്ങനെ സമാധാനമായിട്ട് എടുക്കണം. 10 പൈസ ചോദിച്ചിട്ട് തന്നില്ല തെണ്ടി. അതെ, രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇൻകം റെൻസ് എടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചാൽ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ചില്ലറ തരാൻ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. കയറി ഇറങ്ങട്ടെ. കേറക്കട്ടെ സാറേ, കൊടുക്കരുത്. ജീവൻ പോലും കൊടുക്കരുത്. ചിലപ്പോഴേ കൊടുക്കൂ. ഇതെന്താണ് പണ്ടറക്കം എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ വന്ന് തരുന്നത്? എന്റെ സാറേ, ഞാൻ ഈ കാര്യം പറയാത്തതായിട്ട് ഇനി ഈ ഓഫീസിൽ വേറെ ആരും ബാക്കില്ല. നമ്മളോട് പറഞ്ഞില്ലല്ലോ, നമ്മളല്ലേ സെക്രട്ടറി, നമ്മളോട് പറയും. ഞാനൊരു സ്ഥലം വാങ്ങി. ശ്യാമള എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങിയത്. ഇപ്പോ അവരുടെ പേരിലാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം കിടക്കുന്നത്. അതിപ്പോ എന്റെ പേരിലേക്ക് ആക്കണം. ഞാനിവിടെ കരടക്കാൻ വേണ്ടി വന്നപ്പോ അത് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. ഇപ്പോഴും അത് ശരിയാക്കി തരില്ല എന്നാണ് അവർ പറയുന്നത്. എന്താ ശരിയാവത്ത്? എന്താന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ ശ്യാമള ആരുടെ സ്ഥലം മേടിച്ച്? ശ്യാമള എന്തോ ഒരു സുകുമാരക്കുറിപ്പോ അങ്ങനെ ആരുടെ അടുത്ത കയ്യിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറയുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ സുകുമാരക്കുറിപ്പിന്റെ അടുത്ത് വേണം കിട്ടണം നമുക്കിത്. അതിൽ സുകുമാരക്കുറിപ്പ് എവിടെയെന്ന് എനിക്കറിയില്ലല്ലോ. കണ്ടുപിടിക്കണം. ഞാൻ സുകുമാരക്കുറിപ്പെ കണ്ടുപിടിക്കണോ? നിങ്ങള് ശ്യാമളനെ പോയി കണ്ടിട്ട് ശ്യാമളനോട് പറയണം ഈ സുകുമാരക്കുറിപ്പിനെ തേടി പിടിക്കേ. അല്ലാണ്ട് ഇതിപ്പോ ഗവൺമെന്റ് നയമായി പോയില്ലേ സത്യശീല, അതാണ് പ്രശ്നം. എന്റെ പൊന്ന് സാറേ, മുദ്രപത്രത്തിൽ എഴുതി സീല് വെച്ച് ഒപ്പിട്ട് എന്റെ പേരിലാക്കി തന്നതല്ലേ ഈ ആധാരം. അത് പോരെ? അത് പോരാ. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ പറ. നമുക്കൊരു പണി ചെയ്യാം. ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് നമുക്കൊരു നോട്ടീസ് അയക്കാം. ആർക്ക്? സുകുമാരക്കുറിപ്പിന്. ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് സുകുമാരക്കുറിപ്പിന് നോട്ടീസ് അയച്ചാൽ കിട്ടുന്നത് എന്റെ വീട്ടിലല്ലേ? പഠിച്ചോനെ, അതും നേരാണല്ലോ. നിങ്ങളെന്താ പൊട്ടനാ? സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശീതളിനെ വിളിക്കാം. ശീതള, ശീതള. എന്താണ് സാറേ? ഒന്നും കൂടി പോ. സാധാരണ അത് ഇവിടുത്തെ കുറെ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കോൺ ശരിയായി തരും. ശീതള, എന്താണ് സാറേ? മൂപ്പർക്കേ നമ്മൾ ഈ ഓഫീസിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇതെന്താണ് സാറേ എപ്പോഴും കാര്യം ശരിയല്ലേ? ശരിയായിട്ടില്ലല്ലോ. അതാ ഇപ്പൊ സങ്കടപ്പെട്ടത് എന്താണ് കാര്യം? ഞാൻ അന്നേ പറഞ്ഞാണ് നിങ്ങൾ. എൻ്റെ കുട്ടിയുടെ കല്യാണമാണ് ജനുവരി 8-ാം തീയതി. ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് ബാങ്കിൽ പണയം വെച്ചിട്ട് വേണം അത് ലോൺ എടുക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുക്കുകയും ചെയ്തു കളെ. നിങ്ങൾ ഒന്നും കൂടി വരി, ഒന്നും കൂടി വരി. നിങ്ങൾ ചൊല്ലി, മൂപ്പറെ കൂടെ ചൊല്ലി. എന്താണ്? അതെ, നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ എത്ര വലിയ സാമർത്ഥ്യക്കാരാണെങ്കിലും ശരി, ചില കാര്യങ്ങൾക്കുണ്ടല്ലോ നമ്മളൊന്ന് ആത്മസംയമനം പാലിക്കണം, നല്ലതാണ്. ഒന്നും ഒതുങ്ങി കൊടുക്കണം. നമ്മൾ ഒരു ഇത്തിരി വിനയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഈ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്താൻ ഒരു അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ ഉണ്ടാവണം, നല്ലതാണ്. എന്താണ് കൈക്കൂലിയുടെ കാര്യമല്ല പറഞ്ഞത്. നമുക്കിപ്പോ ഒരു ആളൊരു സഹായം ചെയ്തു തരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങോട്ട് കൊടുക്കില്ലേ നമ്മള്? അതേമാതിരി കണക്കാക്കിയാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നല്ല കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് നടത്താൻ പറ്റും, അതാണ് കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ സാർ? ആളൊരു പാവാണ്. നമ്മുടെ ഓഫീസിലത്തെ കാര്യങ്ങൾ എന്താണെന്ന് നിയമങ്ങൾ എന്താണെന്ന് അറിയാത്തോണ്ടാണ്. ശരി, ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഒക്കെ നടക്കും. ആവൂല്ലേ? എന്റെ പൊന്ന് കേട്ടോ, ഇത് ഞാൻ അന്ന് പറഞ്ഞ അന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴേ നിങ്ങളുടെ കാര്യം നടന്നായിരുന്നു. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.